ഹലോ അസ്സാം വലൈക്കും. ഇന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള എളുപ്പത്തിലാക്കാം, ബട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പെരുന്നാളെല്ലാം വരുന്നതല്ലേ, അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഒരു 1/2 കിലോ ചിക്കൻ്റെ അളവാണ് ഞാനിപ്പോൾ പറയുന്നത്. ടെർമറിക്കും കുരുമുളക്, ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, തൈര്, ചുവന്ന മുളക് പൊടി ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. തൈര് ഒഴിക്കുമ്പം കുറച്ച് പുളിപ്പിൽ തൈരാണ് ഇവിടെ ഒഴിച്ചിട്ടുള്ളത്. അതാകുമ്പോൾ നമ്മൾ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒരു 1/2-3 മണിക്കൂറെങ്കിലും വെക്കുക. അതിന് ശേഷം നമ്മളൊരു സെക്കൻഡ് ബാറ്റർ ആക്കുന്നുണ്ട്. അതിൽ റവ, മൈദ പൊടി 2 ടീസ്പൂൺ വീതം ചേർക്കുന്നത്, ഒരു മുട്ടയും ഉപ്പും എല്ലാം ചേർത്തിട്ട് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ആക്കുമ്പം കുറച്ച് ടൈറ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഇത് ആദ്യം നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ റവ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടിയും കൂടി ചേർക്കാം. ഇതിപ്പോൾ ഞാൻ ഒരു പിഞ്ച് റെഡ് ഫുഡ് കളർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ കുറച്ച് നല്ല കട്ടിയിലായിരിക്കും ആവല്. നല്ലോണം മിക്സ് ആക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിക്കനിൽ ഇതിങ്ങനെ പറ്റിപ്പിടിച്ച് ഒരു മൈദ അത്ര കലങ്ങൂല. അപ്പോൾ നമ്മൾ നല്ലോണം മിക്സ് ആക്കി കൊടുത്തിട്ട് വേണം ഇതിലേക്ക് ചേർക്കാൻ. പിന്നെ ഞാൻ മറന്നുപോയത് പറയാൻ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഞാൻ ചിക്കൻ്റെ ഇതിലേക്ക് ഞാൻ ചേർക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഏറ്റവും ബെസ്റ്റ് ഇത് ഓവർനൈറ്റ് വെക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ പെരുന്നാളിൻ്റെ ഇത് ടൈം വരുമ്പം നമുക്ക് രാത്രി തന്നെ ഇതെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോൾ ചിക്കൻ നല്ല സോഫ്റ്റും നല്ല ഫ്ലേവറായിട്ടും കിട്ടും. ഇതൊരു സ്പെഷ്യൽ ചിക്കൻ ഫ്രൈ റെസിപ്പി എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടിയതാണ്. അപ്പം ഇതെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെയെന്ന് വെച്ചാൽ ഇത് ഫ്രൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ടത് എല്ലാം ഒന്നിച്ചിടാൻ പാടില്ല. ഓയിൽ നല്ല ചൂടാകുമ്പം ഇത് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എൻ്റെ ചിക്കൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇത് കുറേ ടൈമൊന്നും ഫ്രൈ ചെയ്യേണ്ട, പെട്ടെന്ന് തന്നെ ആവും. അപ്പോൾ നിങ്ങൾ ചേരി പീസ് അങ്ങനത്തെ പീസൊക്കെ ഒന്ന് ജസ്റ്റ് പൊട്ടിച്ച് നോക്കുക. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ടാവും. അന്നേരം നമ്മൾ ഈ കരിവേപ്പില ഒരു ബഞ്ച് ഒരിങ്ങനെ കൈപിടി അതിലെത്തേക്ക് ഇട്ടിട്ട് അതും കൂടി അതിൻ്റെ ഫ്ലേവർ കീയുന്നവരെ ഒന്ന് പൊരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റുമാണ്, നല്ലൊരു ഫ്ലേവറിൽ ചിക്കൻ ഫ്രൈ റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു ടൈമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, കാരണം ഈസിയാണ് ആക്കാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഞാനിപ്പോൾ ഇത് ചില്ലി ചിക്കൻ്റെ സൈസിലാണ് ഇത് കട്ട് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ വിട്ടുപോയി പറയാൻ. നമ്മൾ ചിക്കൻ കട്ട് ചെയ്യുമ്പം ആ ഒരു സൈസിൽ ഇത് എടുക്കാവും. ഇതിപ്പം ഞാൻ ഏകദേശം എൻ്റെ ചിക്കൻ ആയിട്ടുണ്ട്. അപ്പോൾ കരിവേപ്പിലെല്ലാം നല്ലോണം ഇട്ട് കൊടുക്കുക. നല്ല ഫ്ലേവർ ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഈ കരിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വലിയ പീസിൽ ചില്ലി പീസാക്കിയിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ നമ്മൾ ഈ കോട്ടിങ് നല്ല രീതിയിലൊരു കോട്ടിംഗ് ആയിട്ട് കിട്ടും. ഇപ്പോൾ ഞാൻ ചെറിയൊരു പീസ് എടുത്ത് കാണിച്ചാൽ ഇത് നല്ല സോഫ്റ്റാണ്, നല്ല പൊള്ളുന്നുണ്ട്. അപ്പോൾ എനിക്കത് അങ്ങനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത് നല്ല സോഫ്റ്റായിട്ടുള്ള ചെരി പീസ് പോലെയും തന്നെ നല്ല രസമുണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം. അടുത്ത റെസിപ്പി കാണുന്നവരെ നമുക്കാണ് ഇനിയും ഒരു പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം.